രാത്രികൾ ഇത്രയും ആഘോഷപൂരിതങ്ങളാകുമ്പോൾ, രാത്രികൾ ഇത്രയും ആരവങ്ങൾ മുഴങ്ങുമ്പോൾ എങ്ങനെയാണ് ഭൂമിയിൽ സംഭവിക്കുന്ന ആ ദൈവത്തിൻ്റെ വെളിപാടുകളെയും വെളിപ്പെടുത്തലുകളും ഒക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങാനാവുക? അപ്പോൾ കുറേ കൂടി ആ നിശബ്ദത എന്ന് പറയുന്നത് ആ ശബ്ദം കേൾക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിലൊരു ഭാഗമുണ്ട്, ആദ്യം ഒരു കൊടുങ്കാറ്റ് വീശി, സ്വാഭാവികമായിട്ട് അതിൽ ദൈവം ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് പ്രവാചകൻ കാത്തിരുന്നു, അതിൽ ദൈവമില്ലായിരുന്നു. പിന്നെ ഇടിമിന്നലുണ്ടായി, പിന്നെ ഭൂകമ്പമുണ്ടായി. ഇങ്ങനെ ദൈവമുണ്ടെന്ന് കരുതുന്ന എല്ലാ വലിയ അടയാളങ്ങളും കടന്നുപോയി കഴിയുമ്പോൾ അതിലൊന്നും ദൈവമില്ലെന്ന് ഓർത്ത് ഈ മനുഷ്യൻ വളരെ ഡെസ്പറേറ്റായിട്ട് നിൽക്കുമ്പോൾ ഒരു ഇളങ്കാറ്റ് വീശി, അതിനകത്തുനിന്ന് വിളിമുഴങ്ങി പ്രവാചക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്യുമ്പോൾ ആ പതുക്കെ ആ ശബ്ദവും ഉയർന്നു കേട്ടെന്നിരിക്കും.